ഞങ്ങളുടെ കുംഭമേള യാത്ര ഞങ്ങൾ റെയിൽ മാർഗമാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ആ യാത്രാ ദിനങ്ങളിൽ ഞങ്ങൾക്ക് കുറേയേറെ അധികം നല്ല കൂട്ടുകാരെ ലഭിച്ചു. നമ്മൾ എത്ര സമയമാണ് ലേറ്റ് ട്രെയിന്? ഇത് സ്പെഷ്യൽ ട്രെയിനാണ്. അത് വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ. എല്ലാം സ്പെഷ്യലായിരിക്കും. ഒരു 4.5-5 മണിക്കൂർ എടുക്കും. ലേറ്റായി ഇപ്പം ആൾറെഡി. അത് മാത്രമല്ല, ഇതിനകത്ത് പാൻട്രി ഇല്ല. മനസ്സിലായി? സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ. ഈ എപ്പിസോഡിൽ നമുക്ക് ആ യാത്രയുടെ വിശേഷങ്ങളും ആ കൂട്ടുകാരെയും കാണാം. തേപ്പിലെയോ ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കുന്നതാ നോർത്തിൻ്റെ അവിടെ. ഇതാണ് തേപ്പില. തേപ്പിൻ്റെ തേപ്പില ഗുജറാത്തി ഡിഷാ അല്ലേ? ട്രാവൽ ചെയ്യുമ്പോൾ നല്ലതാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. वेज मील्स नहीं, पूरी भाजी साली नहीं। कितना? एक पूरी 12 नंबर 12 हाँ 12 पूरी पूरी भाजी. ഈ മണലെടുക്കാത്തതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. മണൽ മാറ്റിയാൽ കറക്റ്റായിട്ട് ആഴം വരും. ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന കുംഭ സ്പെഷ്യൽ ട്രെയിൻ 6 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ അത് കൂടുതൽ താമസിക്കുകയും ചെയ്തു. ഈ ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള ആളുകളെ പരിചയപ്പെടാനും അവരുമായി സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇത് ഞങ്ങളുടെ കുംഭമേള യാത്രയുടെ 2ാമത്തെ ദിനമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. 6 മണിക്കൂർ ലേറ്റ് ആയത് കാരണം അതിൽ സന്തോഷം. അതെ, കൂടുതൽ നേരം AC കൊള്ളാം, കൂടുതൽ നേരം വായി നോക്കാം. ഇല്ല, ഇന്ത്യൻ റെയിൽവേ പോലൊരു ജീവിതം. ഉണ്ണുക, ഉറങ്ങുക, പിന്നെ വീണ്ടും ഉണ്ണുക. പക്ഷേ റെയിൽവേ അത് ടൂറിസം ഡെവലപ്പ് ചെയ്താൽ നന്നായിരിക്കും. സന്തോഷം തരാനുള്ളൊരു കാര്യങ്ങൾ ഈ എയർ ഹോസ്റ്റസിനെയൊക്കെ കൊടുക്കാന്നുള്ള റെയിൽവേ ഹോസ്റ്റസിനെയും കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഉറങ്ങുക, അല്ല അവർ വന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് സെർവ് ചെയ്യുമല്ലോ. ഈ ഉത്കണ്ഠയില്ലായിരിക്കുമല്ലോ. 3 മണിക്കൂർ ലേറ്റ് ഉണ്ട്. 5 മണിക്കൂർ 6 മണിക്കൂർ പോകുന്ന അറിയില്ല. സ്വിറ്റ്സർലൻഡ് എങ്ങനെയുണ്ട് ചേട്ടാ? ഇതേപോലെ തന്നെ ഉണ്ട്. സൂപ്പർ അല്ലേ? ഇവിടുത്തെ കണക്ക് തന്നെ ഉണ്ട്. സ്വിറ്റ്സർലൻഡ് വെരി ഗുഡ്. I am enjoying it like anything. Oh, is it? How is this small? Excellent, excellent. See the waterfall without water? Wow. Wow. Can you see? Yeah, see the spring water is flying. Wow. How is it? Is India like this? No? AC തണുപ്പ് കൂടിയിട്ടേ കുറച്ച് നേരം വെയിൽ കൊള്ളാൻ ഇവിടെ വെളി വന്നിക്കുക. തണുപ്പത്തിരുന്നിട്ട് വെയിൽ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക നല്ല സുഖമുണ്ട്. സൂപ്പർ. ആത്മീയമായ ഒരു യാത്രയാണെങ്കിലും പല വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു, സമ്പാദിച്ചു. എല്ലാവരും സന്നാഹങ്ങളൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ് ഇറങ്ങാനായി. തണുപ്പിനെ പ്രതിരോധിക്കാനായി പല വേഷം ഘട്ടങ്ങളിൽ ഇടേണ്ടതായി വന്നിരിക്കുകയാണ്. സ്വാമി ഒരു പടല പഴയവും എടുത്ത് യാത്ര തുടങ്ങി. രാവിലെ സ്വാമിയുടെ പഴത്തേക്ക് ഇരിക്കുകയാണല്ലേ? എല്ലാവരും സ്വാമിയുടെ പഴത്തേക്ക് ഇരിക്കുകയാണല്ലേ? തണുപ്പൊക്കെ അല്ലേ?
എല്ലാവരും ഒരുങ്ങി കുട്ടപ്പന്മാരായിട്ടിരിപ്പുണ്ട്. സ്റ്റേഷൻ എടുക്കുവാൻ കാത്തിരിക്കുകയാണ്. ദ ലെറ്റർ പ്രയർ ഗ്യാങ്. ഇതാണ് ഞങ്ങളുടെ ഏരിയ. തമ്പിച്ചേട്ടൻ റെഡിയാവുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രയാഗ്രാജ് ചൗക്കി സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സെക്ടർ 12 ഞങ്ങളുടെ താമസ സൗകര്യമുള്ളത്. ഞങ്ങൾ പ്രയാഗ്രാജ് ചൗക്കിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്റ്റേഷനിൽ ഇറങ്ങി 12 സെക്ടറിലുള്ള ഞങ്ങൾ കൂട്ടാളികളെല്ലാം ഒരുമിച്ച് ഓട്ടോയ്ക്കുള്ള യാത്രയിലാണ്. ഒരു ചായ അടിച്ചാലോ? ഒരു ചായ കുടിച്ചാലോ? നമുക്ക് ഒരു ചായ കുടിക്കാം. ബാ, ഇത് ഇവിടെ ഉണ്ട്. ഇതുണ്ട് ചൂട് പിടിക്കാനാ. അവിടെ കാലൊക്കെ നീട്ടി വെച്ചാൽ ഒന്നെങ്കിൽ ചൂട് പിടിക്കുക, അല്ല തന്തൂരിയായിട്ട് കിട്ടും. പറഞ്ഞുതരാട്ടോ. റോയ് ചൗധരിയുടെ കടയാണിത്. അദ്ദേഹം രാവിലെ തന്നെ നല്ല നല്ല ചായ ഉണ്ടാക്കി എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നു. നല്ലതാണോ? എങ്ങനെയുണ്ട്? നല്ല ചായ. നമ്മുടെ ചായക്ക് ചൂടുണ്ടെങ്കിലും ഇതിനും ചൂടുണ്ട്. മൊത്തത്തിൽ എല്ലാവരും ചൂട്. പ്രയാഗ്രാജ് ചൗക്കി. വേണുചേട്ടനും ഗ്യാങ്ങും ഞങ്ങളുടെ കൂടെ കൂടി. തുടർന്നുള്ള യാത്രയിൽ ഞങ്ങൾ പലയിടത്തും ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. വേണുചേട്ടൻ ഒരു ഹിന്ദി മാഷാണ്, കൂടാതെ നല്ലൊരു രസികനും. ചായ കുടിച്ച ശേഷം സെക്ടർ 12 ഞങ്ങൾ ഒരു ഓട്ടോയിൽ പുറപ്പെട്ടു. മാപ്പ് നോക്കണം, എന്ത് ദൂരം ഉണ്ടെന്ന്. അരാൽബാഗ് വരെ അവർ കൊണ്ടുവിടും. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അരൽഘാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും. അവിടുന്ന് തോണി കിട്ടും. തോണിയിൽ കയറി അക്കരെ കടന്നതിന് ശേഷം അടുത്ത വണ്ടി പിടിച്ചാണ് പോകേണ്ടത്. അപ്പോൾ ഓട്ടോയിൽ പുള്ളി ഞങ്ങൾ 1 2 3 4 5 പേര് കൂടാതെ ഒരു 5 പേരെയും കൂടെ കയറ്റാൻ ശ്രമിച്ചു. തമ്പിച്ചേട്ടൻ അത് സാഹസികപൂർവ്വം തടഞ്ഞു. പോലീസ് ഓട്ടോറിക്ഷക്കാരെ ഇങ്ങനെ ശല്യപ്പെടുന്നത്. ഇവിടെ 16-20 പേരാണ് ഒരു ഓട്ടോറിക്ഷ കയറുന്നത്. ഈ ഫ്രണ്ടില്ലേ ഡ്രൈവർ ഇരിക്കുന്നില്ലേ, ഇവിടെ ഒരു 4 പേരെ ഇരുത്തോൻ. അവന്റെ മടിയിലൊക്കെ. കാര്യം അവന് ആ കഷ്ടിച്ച് കോല് കൈ കൊടുത്താൽ മതി, വീലും വേണ്ട, അവന് വണ്ടി കൊണ്ടുപോയിക്കോളൂ. ഞാനാവേതമാരാ ആദർശ്. വീണ്ടും നമ്മള് സനാതനം. നമ്മൾ ഗംഗ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇവർ നൗക എന്ന് പറയുന്നത് തോണിയല്ല, ഈ ചെറിയ പാലത്തിനാണ്. ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ ഈ പാലവും കടത്തി സെക്ടർ 12 അടുത്ത് തന്നെ കൊണ്ടുവിട്ടു. ഞങ്ങൾ കുറച്ച് നേരം ചായ കുടിക്കാനായിട്ടിരിക്കുകയാണ്. ഇനിയും ഒരു 16 മിനിറ്റ് നടന്നാൽ സെക്ടർ 12 ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് എത്തത്തുള്ളൂ. ഒരു പാലത്തിനടുത്തെത്തി നിർത്തിയിരിക്കുക. അവിടെ നമ്മോട് കടത്തുന്നില്ല, പിന്നെ നമുക്ക് ബാറ്ററി കഴിഞ്ഞ് പോകും. ചായ റെഡി ആയിട്ടുണ്ട്. തമ്പിച്ചേട്ടാ, നമുക്കേ 16 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ പ്രയാഗ്രാജിലെ സെക്ടർ 12 ഞങ്ങളുടെ താമസ സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. തമ്പിച്ചേട്ടാ, നമ്മളിപ്പം തോണി കയറാൻ പോകും അല്ലേ? ഗംഗാഘട്ടിൽ ചെന്നിട്ട് അവിടുന്ന് നൗക കിട്ടും. ഇനി പ്രയാഗ്രാജിലെ കുംഭമേള വിശേഷങ്ങൾ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. കുംഭമേളയ്ക്ക് പോകാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാം.